ജിജി നീ വരുന്നുണ്ടെങ്കിൽ വേഗം വരൂ, സമയമായി. നീ ഇങ്ങനെ വൈകാലോ മോളെ, ചേട്ടൻ ടൗണിൽ എത്തണ്ടേ, 2 ബസ് കയറി ഇറങ്ങണം. മോനെ നീ പോ, അവൾ പുറകെ വരും. അവള് വരാതെ സേതു പോയാ പിന്നെ 3 ദിവസവും മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കും. അത് വേണ്ടല്ലേ നിൽക്കുന്നേ. നിനക്ക് റാങ്ക് കിട്ടുമോ മോനെ? ഞാൻ നല്ലതുപോലെ പഠിക്കുന്നുണ്ട് അച്ഛാ, കിട്ടണം. രാത്രി അധികം ഉറക്കം വിളക്കരുത്, ഈ സിസ്റ്റമാറ്റിക്. ചേട്ടനെ പോലെയാണോ ഞാൻ? എനിക്കൊരുങ്ങാൻ സമയം വേണ്ടേ? എന്നിട്ട് മുടി ഉണങ്ങിയിട്ടില്ല. മുടി ഉണങ്ങിയില്ല. 7 മണി വരെ കിടന്നുറങ്ങാതെ നേരത്തെ എണീക്കണോടി. കേട്ടോ അമ്മ, ഞാൻ ഇന്ന് 6 മണിക്ക് എഴുന്നേറ്റില്ലേ? ഞാൻ 4 മണിക്ക് എണീറ്റതാ. ഇനി സംസാരിച്ച് സമയം കളയാതെ വേഗം പോ മോനെ. ചേട്ടന് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ എനിക്കെന്ത് തരും? കൊള്ളാവുന്ന ഒരുത്തിനെ കൊണ്ട് നിന്നെ കെട്ടിപ്പിക്കും. ഒന്ന് ചുമ്മാ തിരിയേട്ടാ. തമാശ ഒന്നും പറഞ്ഞല്ല. പ്രീ ഡിഗ്രി ക്ലാസ് വാങ്ങിയില്ലെങ്കിൽ ഇത് നടക്കും, പറഞ്ഞേക്കാം. പൊയ്ക്കോ. നളിനി, ഇന്നലെ തന്നല്ല നീ എഴുതിയെടുത്തോടി? എല്ലാം എഴുതിയെടുത്തടി. എനിക്ക് ആ ബുക്കും തരണേ. എടി, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടടി. നാളെ തന്നാലും മതി. ശരി, എന്നാട്ടെ. ജിജിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ വരൂ, സംസാരിക്കാം. വളരെ രഹസ്യമായി പറയാനുള്ളതാണ്. രഹസ്യമായിട്ട് കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ജിജിയോട് എനിക്ക് വളരെ സ്നേഹമാണ്. താങ്ക്സ്. നളിനി നിൽക്കൂ, ഞാനും വരുന്നു. എന്താടി? അയാളുടെ വിചാരം ബൈക്കിൽ പടക്കം പൊട്ടും പോലെ ശബ്ദമുണ്ടാക്കിയാൽ പെൺപിള്ളേരല്ല അയാളെ പ്രേമിച്ചില്ല. പോവാലന മഹാഭക്ഷണനാണ്. നിന്നെയാ നോട്ടം വിട്ടിരിക്കുന്നത്. വലിയ കാശുകാരനാ. കാശ് ഇരുമ്പ് വെട്ടിയിലിരുന്നോട്ടെ, എന്നെ നോട്ടം വിട്ടാൽ അത് വശക്കേടാണ്. ഭക്ഷണൻ. സേതു എന്താണ് ഇത്ര താമസിച്ചത്? ഞാൻ ഇറങ്ങാൻ നിന്നപ്പോൾ ജിജിക്ക് എന്നോട് വരണമെന്ന് ഒരേ നിർബന്ധം. പിന്നെ അവൾ ഒരുങ്ങി വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വന്നു. പെണ്ണല്ലേ, എളുപ്പമാണ് ഇറങ്ങി വരുമോ? എനിക്ക് ജിജിയെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. എത്ര നാളായി ഞാൻ വിളിക്കുന്നു. വീട്ടിൽ വന്നാൽ എല്ലാവരെയും പരിചയപ്പെടുത്താം. നിമ്മി വീട്ടിൽ വന്നാൽ അമ്മയ്ക്കെല്ലാം എന്ത് സന്തോഷമായിരിക്കും അറിയാം. ആട്ടെ, വരുമോ? അതിനുമുമ്പ് സേതു ഞങ്ങളുടെ വീട്ടിൽ വരണം. എത്ര നാളെ വരാമെന്ന് പറയുന്നു. എന്താ, ഞങ്ങൾ പാവങ്ങളായത് കൊണ്ടാണ്? പാവങ്ങളോ? ഈ നാട്ടിലെ പാവങ്ങളെല്ലാം ഇങ്ങനെയാണെങ്കിൽ പണക്കാർ വിഷമിച്ചു തന്നെ. വെറുതെ കളിയാക്കാതെ സേതു. എന്നാ വീട്ടിൽ വരുന്നേ? ജിജി എവിടെ പോയിരുന്നു? അമ്പലത്തിൽ. എത്ര നാളായി ഞാൻ ജിജിയോട് ഒരു കാര്യം പറയുന്നു. പറഞ്ഞപ്പോഴെല്ലാം അതിന് മറുപടിയും പറഞ്ഞല്ലോ. എന്റെ ഒരു ആഗ്രഹമാണ്. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അനാവശ്യം പറയരുത്. നിങ്ങൾ എന്നെ ശല്യം ചെയ്യുന്ന കാര്യം ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അയാളെന്താ എന്നെ വിഴുങ്ങിക്കളയോ? അത് കള. നീ മനസ്സോടെ സമ്മതിക്കില്ലേ? മാറി നിൽക്ക്.
സംഭവം നീ ആരോടും പറയരുത്. നിന്റെ ഭാവിക്ക് ദോഷം ചെയ്യും. അച്ഛനോടും പറയണ്ടേ? ആരോടും പറയരുത്. എന്തെങ്കിലും പുറത്തറിഞ്ഞാൽ ആളുകളോട് പലവിധത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യും. പറയില്ലല്ലോ? ഇല്ല. സത്യം ചെയ്യൂ. ഭഗവതിയാണേ ചേട്ടനാണേ ഞാൻ ആരോടും പറയില്ല. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അവനെ ഒന്ന് അകത്താക്കാൻ എന്താ മാർഗം കുട്ടമ്പിള്ളേ? ഷാജി മുതലാളി ഒരു പെറ്റീഷൻ എഴുതിട്ടെ കസ്റ്റഡിയിലെടുക്കാം. ഞാൻ പരാതി തരുന്നത് എനിക്ക് കുറച്ചിലല്ലേ? കാര്യം നടന്നതുമില്ല, അടിയും കൊണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിൽ തന്നെയാ. ഒരു പണി ചെയ്യാം. ഒരു 10,000 രൂപ എടുത്തു പിടിച്ചുപറി കേസിൽ അവനെ അകത്താക്കാം. രൂപയും തിരിച്ചു തരാം. എങ്ങനെയുണ്ട് കുട്ടമ്പിള്ളേ? 395 IPC ജാമ്യം പോലും കിട്ടില്ല. കൊള്ളാം, ബാങ്കിന്റെ സീലും ഉണ്ട്. എന്റെ മകൻ കള്ളനും പിടിച്ചു പറിക്കാരനും ആകില്ല. അവനെപ്പോലെ നല്ലവനായ ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലില്ല. ശങ്കരൻ മാസ്റ്ററുടെ മകന് ഒരു ദുസ്വഭാവിയാകാൻ സാധ്യമല്ല. അവനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർ അനാവശ്യം പറയരുത്. ഉണ്ടരുത്. എന്നും നടക്കാം. പഞ്ചായത്തിലെ പിയൂൾ വീട്ടുകാരൻ പിരിച്ചു വന്നിരിക്കണോ? ഞങ്ങളുടെ മോൻ ഒരു തെറ്റും ചെയ്യില്ല. ഈ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചാട്ടെ. തെറ്റ് ചെയ്യില്ല പോലും. ഇന്നലെ ഈ നിൽക്കുന്ന കൊച്ചുപിള്ള ഷാജിയുടെ ചെമ്മീൻ കമ്പനിയിലേക്ക് ബാങ്കിൽ നിന്ന് രൂപയും എടുത്തുകൊണ്ട് വരുന്ന വഴി അവൻ ആളില്ലാത്ത ഇടവഴിയിൽ വെച്ച് പിടിച്ചു പറിച്ചു കൊണ്ടുപോടി. കള്ളം, പച്ചക്കള്ളം. ഞാനത് വിശ്വസിക്കില്ല. ദൈവം എന്ന് പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കില്ല. വിശ്വാസം ഇല്ലെന്നോ? എന്നെ തള്ളി തറയിലിട്ട് ഇടിച്ചു പിഴിഞ്ഞാണ് എന്റെ കയ്യിൽ നിന്ന് രൂപ മേടിച്ചോണ്ട് പോയത്. തമ്മിള്ളേ, അവൻ കിടക്കുന്ന മുറിവിന് പരിശോധിക്കൂ. അവന്റെ മുറി മാത്രമാക്കണ്ട, ഈ വീട് മുഴുവൻ പരിശോധിച്ചോളൂ. എന്റെ പെൻഷൻ ബാക്കി 30 രൂപ മാത്രം ആ അലമാരി ഇരിപ്പുണ്ട്. ഏതാ സേതുമാധവന്റെ മുറി? ആ മുറി. അവന്റെ പെട്ടിയിൽ താക്കോലും എടുക്ക. താക്കോലൊന്നുമില്ല. പുസ്തകങ്ങൾ വയ്ക്കുന്ന പെട്ടി മാത്രമേ ഉള്ളൂ. കുട്ടമ്പിള്ളേ, കയറി നോക്കൂ. നോക്കിക്കോളൂ, ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ആരോ എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്ത കൃത്രിമമാണ്. അങ്ങ് സത്യാവസ്ഥ അറിയാതെ ഒന്നും പറയരുത്, ഒന്നും ചെയ്യുകയുമില്ല. അവനൊരു പൈസ പോലും ആരുടെ എടുക്കില്ല. അവന് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ കൊടുക്കും. പുസ്തകത്തിനും കടലാസിനും അല്ലാതെ അവനൊന്നും ആവശ്യമില്ല. ഒരു നുള്ളു പൊടി പോലും അവൻ വലിക്കില്ല. ഓ, പിന്നെ പൊടി കുടിക്കുകയായിരിക്കും. എമാനെ, ഇവിടെ ഒന്നും കാണാനില്ല. അവിടെ എല്ലായിടവും നല്ലോണം നോക്കിയോ? ആ, മാസ്റ്റർ വരണം. കുട്ടമ്പിള്ളേ, എല്ലായിടവും നോക്കിയോ? എല്ലായിടവും നോക്കി. ഈ കിടക്ക നോക്കിയോ? ഇല്ല സാർ. ആ രൂപ ഇങ്ങെടുക്ക. അതിൽ ബാഗിന്റെ മുദ്രയുണ്ടോ നോക്ക്. ഈ നമ്പരാണോ? ഇപ്പൊ എന്ത് പറയുന്നു? തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ചെയ്യുന്നില്ല. കുട്ടമ്പിള്ളേ, എന്തോ? മാസ്റ്റർ റൈറ്റോട് പറഞ്ഞിട്ട് താൻ എന്റെ കൂടെ വാ. പ്രതി അറസ്റ്റ് ചെയ്യണം.